കണ്ണൂരിൽ നിന്നാണ്, പയ്യന്നൂരിൽ നിന്നാണ്. ആചാര വൈവിധ്യത്തിന്റെ അപൂർവതയുമായി പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം മീൻ പിടിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന മീനമൃത് ചടങ്ങ് അവിടെ സമാപിച്ചു. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി കവായിക്കായിൽ നിന്ന് മീൻ പിടിച്ചാണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ കലശോത്സവത്തിന്റെ ഭാഗമായ പ്രധാന ചടങ്ങാണ് മീനമൃത്. നേരം വെളുക്കാൻ 7:30 നാഴിക ബാക്കിയുള്ളപ്പോൾ മീനമൃതിന്റെ വരവറിയിച്ച് ക്ഷേത്രത്തിൽ പെരുമ്പറ മുഴങ്ങി. ഉച്ചയോടെ 7 തവണ പെരുമ്പറ മുഴങ്ങിയതോടെ ബാല്യക്കാർ ക്ഷേത്രത്തിന്റെ ഇലഞ്ഞിമര ചുവട്ടിൽ ഒത്തുകൂടി. തുടർന്ന് സ്ഥാനികർ ബാല്യക്കാരെ മഞ്ഞൾ കുറിയെറിഞ്ഞ് യാത്രയാക്കി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നഗ്നപാതരായി 3 കിലോമീറ്ററിലധികം താണ്ടി കൗവായിപ്പുഴ നീന്തിക്കയറി മടപ്പള്ളിത്താഴത്തെ മീനമൃത് കടവിലേക്ക്. കൃത്യം 21 കോവ മത്സ്യങ്ങളെയാണ് പിടിക്കേണ്ടത്. ഈ ഉത്സവത്തിൽ പിടിക്കുന്ന മീൻ ഇത് യഥാർത്ഥത്തിൽ ദേവിയുടെ ഉപാസനാമൂർത്തികളായിട്ടുള്ള ഭഗവതിമാർക്ക് ഹോമിക്കപ്പെടേണ്ടതാണ്. സമുദായത്തിലെ മുഴുവൻ ആളുകളും ഈ കൗവായിയുടെ തീരത്ത് വന്ന് കൊയ്തെടുക്കുന്ന മത്സ്യം ഭഗവതിക്ക് നേർച്ചയായി സമർപ്പിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് മീനമൃത് മഹോത്സവം. സന്ധ്യയോടെ മത്സ്യവുമായെത്തിയ ബാല്യക്കാരെ ഭക്തജനങ്ങൾ ക്ഷേത്രനടയിലേക്ക് ആനയിച്ചു. പിടിച്ച മീനുകൾ ദേവിക്ക് സമർപ്പിച്ചു. രാത്രിയിൽ തിരുവർക്കാട്ട് ഭഗവതിയുടെ തെയ്യക്കോലങ്ങൾക്കൊപ്പം കലശമെഴുന്നള്ളത്തും നടന്നതോടെ ചടങ്ങുകൾ പൂർത്തിയായി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.